ഇന്ന് നമ്മൾ നമ്മുടെ പള്ളിയിലല്ല പോണത്, എൻ്റെ ഇടവക പള്ളിയിൽ. അന്നാ കൈ വെട്ടിക്കൊണ്ട് പോയിക്കോളും. അമ്മയുടെ അമ്മ മരിച്ചിട്ട് എത്രാമത്തെ വർഷം? മരണം അല്ലെങ്കിലും വളരെ പെട്ടെന്നാണല്ലോ കടന്നു വരാം. 48 വർഷം മുമ്പൊക്കെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഇപ്പോഴും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അല്ലേ? പെണ്ണുങ്ങൾ അങ്ങനെ ജോലിക്ക് പോണത് വളരെ അപൂർവം അന്നത്തെ കാലം. ആ കർമ്മം നടത്തിയില്ലെങ്കിൽ അന്നത്തെ ആരാധനയിൽ പങ്കുകൊണ്ടതിന് അർത്ഥമില്ല. ഇതിലും വലിയൊരു സന്ദേശം എനിക്ക് വേറെ കിട്ടാനില്ല. ഞാൻ പിടിച്ചോ ചാച്ചേ. ഡിക്കി അവിടെ നിന്ന് തന്നുവിട്ട നാടൻ സാധനങ്ങൾ ആണ്. ഇപ്പൊ നമ്മള് പള്ളിയിൽ പോയിരിക്കും 8:30. അപ്പൊ ഡ്രസ്സ് മാറി ഇറങ്ങണം. ഇന്ന് നമ്മള് നമ്മുടെ പള്ളിയിലല്ല പോണത്, എന്റെ ഇടവക പള്ളിയിലാ. അതാണോ പേളുമാലയൊക്കെ ഇട്ടേക്കണേ? അല്ല, അതുകൊണ്ടൊന്നും അല്ല. സ്വർണ്ണമാല ഇവിടെ ഇല്ല. മുത്തിന്റെ മാലകൾ മാത്രമേ പിരിപ്പുള്ളൂ. കാരണം പ്രശ്നമാണ്. വളകളെല്ലാം കൊണ്ടുപോയി വെച്ച്. വാച്ചുണ്ട് അല്ലേ? ഒരു ഇതുണ്ട്. വാച്ച് പിന്നെ സ്വർണ്ണ അല്ലല്ലോ. ഈ കയ്യിൽ ഓർമ്മയുണ്ട്. സ്വർണ്ണ വാച്ച് വേണോ? വേണ്ട, അന്നാ കൈ വെട്ടിക്കൊണ്ട് പോയിക്കോളും. പിന്നെ പോണെന്നാന്ന് വെച്ചാ ഇന്ന് ഒക്ടോബർ 26. ഒക്ടോബർ 30 ഡേറ്റ്. എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം. അപ്പൊ എൻ്റെ ഇടവക പള്ളിയിലാണ് പോണതെന്ന്. അപ്പൊ അതിലേക്കുള്ള യാത്രയാട്ടോ. അപ്പൊ ഓർമ്മകളായി വിറക്കാം. പോണ വഴി. ഓക്കെ. അപ്പ ഇറങ്ങി. അപ്പൊ പോണേന് മുമ്പ് എപ്പോഴും കാല് കഴുകും. കാലിന് ഗ്രിപ്പ് കിട്ടാനാന്ന് പറയും. ഓ, കിളികളൊക്കെ ഉണർന്ന് എണീറ്റു. ഇന്നപ്പ പ്രാർത്ഥിച്ചില്ലല്ലോ. ഓ, അത് പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല. പണ്ട് പഴയ റിപ്പയർ ചെയ്യാതിരുന്ന വീടായിരുന്നപ്പോ എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോയിൽ നോക്കിയായിരുന്നു പ്രാർത്ഥിക്കണത്. റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഫോട്ടോ അകത്തേക്ക് മാറ്റി. അത് കാരണം കിഴക്കോട്ട് പ്രാർത്ഥിച്ചു ഇറങ്ങണം. കിഴക്കോട്ട് നോക്കി വേണമല്ലോ പ്രാർത്ഥിക്കാൻ. പറഞ്ഞായിരുന്നു. അപ്പൊ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇറങ്ങാന്ന് പറഞ്ഞു. 8:45 കഴിഞ്ഞു. സമയം 8:45. പതിവ് പോലെ ഗേറ്റ് തുറക്കാൻ ഞാനിവിടെ വന്ന് നിന്നാട്ടോ. ഇനി ഗേറ്റ് അടയ്ക്കണം. അപ്പൊ നമ്മളങ്ങനെ യാത്ര തിരിക്കുവാണല്ലേ? ആരൊക്കൊന്നും ആയില്ല. അപ്പൊ അമ്മയുടെ അമ്മ മരിച്ചിട്ട് എത്രാമത്തെ വർഷം? 77. ഓ, 48 കൊല്ലം. ഓ, 48 വർഷമായല്ലേ? എത്ര പെട്ടെന്ന് ഓരോ വർഷങ്ങൾ കടന്നു പോണേ. 48 വർഷം. 77 അമ്മ മരിച്ചു. 2004 അപ്പനും മരിച്ചു. അങ്ങനെയാണ് ഇയർ ഡിഫറൻസ് രണ്ടുപേരും തമ്മിലുള്ള. ഓർമ്മകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അറ്റാക്ക് വന്നല്ലേ മരിക്കണേ? പെട്ടെന്നുള്ള മരണമായിരുന്നു. മരണം അല്ലെങ്കിലും വളരെ പെട്ടെന്നാണല്ലോ കടന്നു വരുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള മരണം അപൂർവം. പോലെയല്ല. 48 വർഷം ബാക്കാന്ന് ചിന്തിക്കണം. ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരുന്നു, കോലഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഐസ് എത്തി പിന്നെ പോകും. ആ സമയമാകുമ്പോൾ പോവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കവറപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോന്നു. ഞങ്ങളൊക്കെ വളർന്ന് വലുതായി. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല കാര്യങ്ങളൊക്കെ നടത്തി. അപ്പച്ചൻ അത് കഴിഞ്ഞ് 2004 അപ്പച്ചനും മരിച്ചു. പിന്നെ മറ്റേ അമ്മയെ വളർത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഗ്രാൻഡ് മദർ. പിന്നെ എല്ലാവരും അമ്മായിമാര്, കൊച്ചമ്മമാര്, അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യമാര് എല്ലാവരും വളരെ കെയറിങ് ആയിരുന്നു. അങ്ങനെയൊക്കെ വളർന്ന് ഇതായി ഒരേ സ്ഥലത്തേക്ക് പോയി. ഇത്രയൊക്കെയുള്ളൂ. എന്നാ പറയാനാ, എല്ലാ വർഷവും ഇതിനെപ്പറ്റി റിപ്പീറ്റ് ചെയ്ത് പറയണല്ലോ. ഒക്ടോബർ 30 ഡേറ്റ്. 26 സൺഡേ ആയതുകൊണ്ട് അന്നാണ് കുർബാന ചെല്ലിക്കുന്നത്. കുർബാന കഴിഞ്ഞ് പള്ളിയിൽ അനിതയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഊണും കഴിഞ്ഞാണ് മടങ്ങണത്. ചില സമയങ്ങളിൽ ആ ഡേറ്റിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി പള്ളിയിലേയും കഴിഞ്ഞ് വീട്ടിൽ പോയി രാവിലത്തെ പരിപാടിയും കഴിഞ്ഞ് പോരും. ഇന്നിപ്പോൾ മറ്റ് പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉച്ച ഭക്ഷണവും കഴിഞ്ഞാണ് പിരിയണത്. പിന്നെ അവിടെ തന്നെയാണ്, ആ പറമ്പിൽ തന്നെയാണ് കൊച്ചപ്പൻ താമസിക്കുന്നത്. ഒരു കൊച്ചപ്പൻ കേട്ടോ. അപ്പം അതുകൊണ്ട് അവിടെയും കുറേ നേരം സമയം ചെലവഴിക്കും. രണ്ടും അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട്. അതായത് ഇളയ കൊച്ചപ്പൻ, നോബിയുടെ പപ്പ. പിന്നെ വേറൊരു കൊച്ചപ്പൻ നേരത്തെ മരിച്ചു. അതുകൂടാതെ 3 കൊച്ചപ്പന്മാരാണ് ഉള്ളത്. ഒരു കൊച്ചപ്പൻ പുറത്ത് താമസിക്കുന്നുണ്ട്. ആ കൊച്ചപ്പനും കൊച്ചമ്മയും അവരും മരിച്ചു. പിന്നെ അതിൻ്റെ അപ്പച്ചൻ്റെ നേരെ താഴെയുള്ള കൊച്ചപ്പൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. സർവീസിലിരുന്ന ആളാണ്. പ്രായമായി. ആ കൊച്ചപ്പനും മരിച്ചു. ഇനിയിപ്പം നോബിയുടെ പപ്പയും ചാച്ചനും കുഞ്ഞമ്മയും ഭാര്യയും പിന്നെ കൊട്ടപ്പടിയിലുള്ള അമ്മായി മാത്രം
മാത്രമേ ഉള്ളൂ ആ തലമുറയിൽ. പിന്നെ ഞങ്ങളുടെ തലമുറയാണ്. ഞങ്ങളുടെ തലമുറയിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പിള്ളേര് പെട്ടെന്നുള്ള മരണത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേര് പോയി. ഇളയത് ഞങ്ങളിലും ഇളയവരായിരുന്നു. ഒരാൾ പോയിട്ട് ഇപ്പോൾ 3 ആഴ്ച ആയുള്ളൂ. പെട്ടെന്ന് ഉള്ള ഇതായിരുന്നു, ഹാർട്ടിൻ്റെ ഇതുകൊണ്ട്. മറ്റേ ആൾ 2-2.5 കൊല്ലമായി ഇപ്പം. അതിങ്ങനെ മാങ്ങ പറിക്കാൻ കയറി മാമയെന്ന് വീട് ധാരണ മരണമായി. അങ്ങനെയൊക്കെ ഇരിക്കണം കാര്യങ്ങൾ. 48 വർഷം മുമ്പൊക്കെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഇപ്പോഴും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അല്ലേ? അന്നിങ്ങനെ ഞങ്ങളുടെ അവിടെയൊക്കെ ഒത്തിരി ഗ്രാമപ്രദേശമല്ലേ, നെഞ്ചുവേദനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടാക്സി ഒന്നുമില്ല. അവർ പ്രൈവറ്റ് കാറിനാണ് കൊണ്ടുപോയത് അവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ. അന്ന് ടാക്സി ഇല്ല അല്ലേ? ടാക്സി ഉണ്ടെന്നേ. ഞങ്ങളുടെ അവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അങ്ങനെയൊന്നും വേറെ പെട്ടെന്നൊന്നും ഫോണൊന്നും സൗകര്യമില്ല. 48 വർഷം മുമ്പ് വിളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പേപ്പതിയിലൊക്കെ വരും ടാക്സി. ഇപ്പോൾ എനിക്ക് ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. പക്ഷെ അതൊക്കെ സഡനായിട്ട് ഫോണില്ലെന്ന അടുത്ത് തന്നെയുള്ള വീട്ടിൽ, അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ, അടുത്ത് തന്നെയുള്ള വീട്ടിലെ ചേട്ടനോട് ചേച്ചനെ ഞാൻ പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് വന്നു. അപ്പം തന്നെ കൊണ്ടുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല, സമയമാകുമ്പോൾ പോകണ്ടേ. ഹോസ്പിറ്റലിൽ ചെല്ലുകയും ചെയ്തായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കുറേ സമയത്തിന് ശേഷം മരണപ്പെട്ടത്. അതെ അല്ലേ? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇന്ന് പിന്നെ പെട്ടെന്നുള്ള മരണം ധാരാളം സംഭവിക്കുന്നില്ലേ? അന്നതൊക്കെ ഭയങ്കര അതിശയാണ്. അത് ശരിയാ. അന്ന് അതൊക്കെ കുറവാന്ന് തോന്നുന്നു. വളരെ കുറവാണ്. അന്ന് ഏജ് ആയിട്ടുള്ള മരണങ്ങളാണ് കൂടുതലും സംഭവിക്കാറ്. പിന്നെ ഈ കല്ലറകളിൽ നമ്മൾ പോവില്ലേ, അന്നേരം ഞാനിങ്ങനെ ഓരോരുത്തരുടെ എഴുതി വെച്ചേക്കണത് കാണുമ്പോ ഈ വർഷങ്ങൾ പഴക്കമുള്ളതൊക്കെ ഞാനിങ്ങനെ വായിക്കാറുണ്ട്. അപ്പൊ ചിലരുടെ ഏറ്റവും ഷോർട്ടർ ഡ്യൂറേഷനിൽ കാണാറുണ്ട്. ജനന സമയം, മരണസമയം എഴുതി വെച്ചിരിക്കുന്നത് വളരെ ഷോർട്ട് പീരീഡിൽ ചിലരുടെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, ഓ അന്ന് വളരെ ചെറുപ്പത്തില് മരണപ്പെട്ടതാണ്. ഇന്ന് അങ്ങനെ കല്ലറകളിലൊന്നും എഴുതി വെക്കാറില്ല അല്ലെ? ഇന്ന് കല്ലറകളില്ലല്ലോ. അല്ല, കല്ലറകളിൽ എഴുതി വെക്കും. എഴുതി വെക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ കുടുംബക്കല്ലറയായിരിക്കും. അപ്പൊ ബർത്തും ഡെത്തും അങ്ങനെ എഴുതാനുള്ള സ്പേസ് ചിലപ്പോൾ കിട്ടൂല. ഒരുപാട് മെമ്പേഴ്സിന് ഇടാനുള്ള. ഇപ്പൊ തിരുമറയിലൊക്കെ 4 പേരെ കണ്ടിടുന്ന ഇതാന്ന് തോന്നുന്നു. അതിലങ്ങനെ ഡേറ്റ് ഒന്നും എഴുതി വെക്കൂല. അതാണ് അങ്ങനെ ഒരു വിഷയം. ഞാൻ പലരുടെയും അങ്ങനെ നോക്കാറുണ്ട്. ഈ വർഷങ്ങൾ പഴക്കമുള്ള ജനന സമയമൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് ആ കാലഘട്ടത്തെ പറ്റി ഓർക്കും. അന്നേരം വേഗം മരണസമയം നോക്കും. അപ്പൊ ചിലരുടെ വളരെ ഷോർട്ട് ഡ്യൂറേഷനും ചിലരുടെ ഒരുപാട് ലോങ്ങും കാണാറുണ്ട്. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, ഓ ഇത്രയും കാലഘട്ടമൊക്കെ ജീവിച്ചിരിക്കാൻ സാധിച്ചിട്ടില്ലോ. ആരക്കുന്നത്തൂടി നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുവാണ്. ആരക്കുന്നം ഭാഗത്തുള്ളവരുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർ? ആരക്കുന്നം പള്ളിയിൽ നല്ല തിരക്കാം. ഇന്ന് നല്ല വെയിലാട്ടോ. വൈകിട്ട് ചിലപ്പോ ഇടി ഉണ്ടാവും. അല്ല, മഴ പെയ്യുവാണെങ്കിൽ എന്തായാലും ഇടി വരും. സണ്ണ് ഉദിച്ചു നിക്കുവാ. ആ മഴയുടെ ഇതങ്ങ് പോയില്ലേ? അത് പറയാൻ പറ്റില്ല. മഴയൊക്കെ എപ്പോഴാ വന്നേന്ന് മഴയ്ക്ക് പോലും അറിയില്ല. തുലാവർഷമാണെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തില് ഈ ഉച്ച കഴിയുമ്പോ മുഴക്കോ ഇതുമൊക്കെ തുടങ്ങും. എന്നിട്ടാണ് പെയ്യണത്. ഇപ്പൊ അങ്ങനെയല്ല. ഡിപ്രഷനായിട്ട് എപ്പോഴും ന്യൂനമർദ്ദം എന്ന് പറയൂല്ലേ? എന്നിട്ട് രാത്രിയും പകലും എല്ലാം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. കളപ്പയറൊക്കെ അല്ലേ ഇത്? ഈ ഭാഗത്തോട്ട് വന്നാ ഇതൊക്കെ കൂടുതൽ കാണാം. അത് റബ്ബർ നടന്നുകൊണ്ട് കളപ്പയർ നല്ല പച്ചപ്പാ. പക്ഷെ ഇത് വനം പോലെ പിടിക്കും. ഞങ്ങള് താമസിച്ച പഴയ വീടിന്റെ അവിടെ റബ്ബറല്ലോ. കളപ്പയർ കറി വെക്കാൻ കൊള്ളാവോ? ഇല്ല. ആണോ? പക്ഷെ അത് കളപ്പയർ ഇങ്ങനെ ഇടും. റബ്ബർ നട്ട് കഴിയുമ്പോ മറ്റു ഇതൊന്നും വരില്ല. അത് എന്തോ റബ്ബർ തന്നെ എന്തോ ഗുണകരമായിട്ടുള്ള ഇതാണ്. അതിന്റെ ചോട് ഒരിടത്തും അത് വളർന്നു നിൽക്കുക. അപ്പൊ റബ്ബർ തോട്ടത്തില് വളം വലിക്കില്ല. ആ ഒരു ചോട്ടിൽ നിന്നാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പൊ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അതിന് അതിന്റെ ചോട്ടിൽ നിന്ന് അധികം വളം വലിക്കുന്ന പരിപാടികൾ ഉണ്ടാവില്ല. അപ്പോ അതങ്ങ് പടരുകയും ചെയ്യും. മറ്റു പുല്ലുകളും വനങ്ങളും കാടും പിടിക്കുകയില്ല. റബ്ബർ വെട്ടാറാവുമ്പോഴേക്കും പക്ഷെ അതെല്ലാം വെട്ടിക്കളയണമെങ്കിൽ അതിക്കൂടെ ചോട്ടിക്കൂടെ നടന്നത്. അത് ശരിയാ. ഇവിടെ ഈ ഹോട്ടലൊക്കെ വന്നല്ലോ. AP വർക്കിയുടെ ആണ്. അകത്തുള്ളതിൽ മറ്റു ഫുഡില്ല. സ്നാക്സും ചായയും പൈനാപ്പിൾ തോട്ടം നല്ല രസമല്ലേ കാണാൻ. ഞങ്ങളുടെ അമ്മ മരിച്ച് ഞാൻ പറഞ്ഞില്ലേ 40
48 വർഷം ആയെന്ന് പറഞ്ഞില്ലേ. 48 വർഷം പിന്നിലേക്ക് നോക്കിയാൽ മരിച്ചു കഴിഞ്ഞ് 2 അമ്മായിമാർ ഞങ്ങൾക്കുണ്ടല്ലോ. മൂത്ത അമ്മായിക്ക് പിന്നെ അവിടെ അപ്പനൊക്കെ ഉള്ളതുകൊണ്ട് വന്ന് അധികം നിൽക്കാനൊന്നുള്ള സൗകര്യമില്ല. മരിച്ച അന്ന് കോട്ടപ്പടിയിലുള്ള അമ്മായി ഇച്ചാച്ചൻ അവർ എല്ലാവരും കഴിഞ്ഞിട്ട് ഇച്ചാച്ചൻ മൂത്ത അന്ന് നൈജു ചാച്ച തീരെ ചെറുതാ, നൈജു കുഞ്ഞ, അവർക്കൊക്കെ ഇപ്പം 48 വയസ്സായിട്ടുള്ളൂ. നോബിയും നൈജുവും അരുണും ഒരേ ഇയറിലുള്ളതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അടക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. ഇപ്പം കോട്ടപ്പടിയിലെ അമ്മായിയോട് ഇച്ചാച്ചൻ പറഞ്ഞു, ഇസുഖിയാച്ചൻ മരിച്ചു പോയി. ഇച്ചാച്ചൻ പറഞ്ഞു, ഗ്രേസി നീയും നൈജുവും കൂടി ഇവിടെ നിൽക്കുക, പിള്ളേരുടെ അടുത്തിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുക. ഞാനവിടെ ചാച്ചൻ്റെ അമ്മയുണ്ടെന്ന്, അമ്മയും പിന്നെ ചേട്ടൻ്റെ നീമാരൊക്കെ അപ്പുറം ഇപ്പുറം താമസിക്കണമല്ലോ, അമ്മ വീട്ടിൽ വന്ന് നിന്നോളും. ബൈജു സ്കൂളിൽ പോയി തുടങ്ങിയെന്ന്. ബൈജു മരിച്ചു കേട്ടോ, ഈ ഇടയ്ക്ക് ബൈജു മരിച്ചിട്ട് 3 ആഴ്ചയായുള്ളൂ. അപ്പം ഞാൻ അവനെയും കൊണ്ട് അമ്മ അവിടെ ഉള്ള സ്ഥിതിക്ക് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാന്നും പറഞ്ഞ് അമ്മ മരിച്ചപ്പോൾ വന്നിട്ട് കൂട്ടപ്പടിയിലെ അമ്മായി 40 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോണേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നൈജുവായിട്ട് അവിടെ നിന്ന. നൈജു തീരെ ചെറുതാണേ, നൈജുവിന് 5-6 ഞാൻ പറയാം, നൈജു ജനുവരിയിലെങ്ങാണ്ടായിരുന്നു നൈജുവിൻ്റെ ചെറുപ്പം. എനിക്ക് തീർന്നല്ല ഡേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് മരിക്കുന്നത് ഒക്ടോബറിലല്ലേ, 7 മാസം ഉള്ളവന്. നോബി ഓഗസ്റ്റ്. അപ്പം അങ്ങനെ അമ്മായി അത്രയും ദിവസം. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ആൾക്കാരില്ല, ഇങ്ങനെ ഓരോരോ അസൗകര്യങ്ങളല്ലേ. അന്നൊക്കെ ഇങ്ങനെ കൂട്ടുകുടുംബം പോലെ ഇതായതുകൊണ്ട്. പക്ഷേ അമ്മായിയും ചാച്ചനൊക്കെ മാറി താമസിക്കും അന്നത്തെ കാലഘട്ടം. ചാച്ചൻ്റെ അക്കരെ ചാച്ചൻ്റെ തറവാടൊക്കെ. അമ്മ വലിയ പ്രായമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ പ്രായം ഏതാണ്ടൊക്കെ ആയിരിക്കും. അപ്പം അമ്മ വന്ന് ചാച്ചന് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ചാച്ചന് അഡ്ജസ്റ്റ് ചെയ്ത് 40 ദിവസം. പിന്നെ ശനിയാഴ്ച ദിവസം വൈകിട്ട് ബൈജുവിനെ കൊണ്ട് വരുമായിരുന്നു ഞായർ കുർബാനയിലിരിക്കാൻ പള്ളിയിൽ പോരായിരുന്നു. എന്നിട്ട് ഞായർ അത് കഴിയുമ്പോൾ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ബസ് ഇതൊന്നും അന്ന് ഇല്ല, വഴികളൊക്കെ അത്രയും വർഷം മുമ്പല്ലേ. അപ്പം ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ ചാച്ചൻ പോകും. അവന് ക്ലാസ് ഉണ്ട്, അവൻ 2ാം ക്ലാസ്സിലോട്ട് പഠിക്കുകയാണ്. അപ്പം അവനും പോയി. പിന്നെ മാത്രം മരണങ്ങളാണ് സംഭവിക്കുന്നത്. പ്രായമായവരിയ്ക്കുമ്പോൾ ചെറുപ്പക്കാർ പോകുന്നത് ഭയങ്കര സങ്കടകരമായ അനുഭവമല്ലേ. എന്നാ ചെയ്യണം, നമുക്ക് ഓരോരുത്തർ പോയി എന്നും പറഞ്ഞ് അങ്ങനെ ഇതായിട്ടിരിക്കാൻ പറ്റുമല്ലോ, കവർ ചെയ്ത് പോരാതെ പറ്റൂലല്ലോ. അപ്പം അവർക്ക് വേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലോകം. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ബൈ ചാൻസ് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്നേഹബന്ധങ്ങളും കൂട്ടുകുടുംബങ്ങളുമായിട്ടുള്ളൊരിതായിരുന്നു. അതുപോലെ പള്ളിയുടെ കുഞ്ഞുമ്മയും ഇപ്പുറത്തെ അരുണിൻ്റെയും ജോബിൻ്റെയൊക്കെ മമ്മിയും പിന്നെ നോബിയുടെ കുഞ്ഞുമ്മയും അമ്മയൊക്കെ ഒരുപാട് ചെയ്താണ് ഞങ്ങളൊക്കെ ഈ ഒരേ പരുവത്തിലേക്ക് വന്നത്. അന്ന് പിന്നെ അങ്ങനെ സ്നേഹബന്ധങ്ങൾക്ക് നല്ല ഇതല്ലേ, നല്ല അടുപ്പവും എല്ലാവരും ഇഴയെടുപ്പ് ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ സമയമില്ല, എല്ലാ വീടുകളിലും ജോലിക്കാരല്ലേ, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വീട്ടിലിപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും. കുട്ടികൾ ആയിരിക്കും ചിലപ്പോൾ വീട് പൂട്ടി സ്കൂളിൽ പോണത്, അവരായിരിക്കും വീട് തുറന്ന് ആദ്യം വന്ന് ഇത് കയറണത്. പിന്നെ ജോലിക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈമൊക്കെ ആയിട്ട് വന്ന് പോണവരായിരിക്കും. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കൃഷിവേല കുടുംബമല്ലേ. പിന്നെ ചിലപ്പോൾ ഭർത്താക്കന്മാർക്കൊക്കെ ജോലി ഉണ്ടാവും, പെണ്ണുങ്ങളങ്ങനെ ജോലിക്ക് പോകുന്നത് വളരെ അപൂർവം അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെയായിരുന്നു അങ്ങനത്തെ ജീവിതങ്ങളാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പള്ളിയിൽ എത്തിയിട്ടോ. അപ്പോൾ പള്ളിയിൽ ഞങ്ങൾ ആദ്യം ഇറങ്ങി, അപ്പോൾ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പള്ളിയിലോട്ട് പോവാണ്. ഇനി നമുക്ക് അധികം അവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. പരുമല തിരുമേനിയുടെ പെരുന്നാൾ ഈ പള്ളിയിൽ കൊടിയേറുന്ന ദിവസമായിരുന്നു അന്ന്. പരുമല പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ പള്ളികളിലും പെരുന്നാൾ നടക്കാറുണ്ടല്ലോ, ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഞങ്ങൾക്കും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഒരു അനുഗ്രഹപ്രദമായ കാര്യമാണ് കേട്ടോ. എൻ്റെ മാമോദീസൊക്കെ ഈ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു പണ്ട് നടന്നിട്ടുള്ളത്. അമ്മ വീട്ടിലെ പള്ളിയിലാകുമല്ലോ സാധാരണ മാമോദീസയൊക്കെ നടക്കാറ്. അപ്പോൾ എനിക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള പള്ളി കൂടിയാണ്. പിന്നെ വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. നടന്നു അപ്പോൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് സൈഡിലെ ദേ ഈ വാഴ കൃഷി. എന്ത് രസമായിട്ടാണ് നിൽക്കണേന്ന് നോക്കിയേ. ഇടവിളയായിട്ട്
ചേമ്പ് നട്ടിട്ടുണ്ട്. ചേമ്പല്ലേ? ചേമ്പാണ്. ചേമ്പ് നട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൃഷിയിടമാണ്. ആ ഏരിയയിലൊക്കെ പിന്നെ നല്ല ഫെർട്ടൈൽ സോയിൽ ആയതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കാണാനായിട്ട്. ഇതുപോലെ നല്ല നല്ല വിളകൾ എപ്പോഴും അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും കേട്ടോ. അതുപോലെ പൈനാപ്പിൾ കൃഷി ഒരു സൈഡിലൊക്കെ നല്ല രസമായിട്ടുണ്ട്. പോകാം. അമ്മ ഞങ്ങളുടെ കസിൻസിനെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കൂടിയൊക്കെ കസിൻസിനെ കാണുമ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് എത്ര പറഞ്ഞിട്ടും അങ്ങ് തീരണില്ല. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലൊക്കെ ഉണ്ടോ വെൽവെറ്റ് ചെടി? നല്ല രസം. നല്ലൊരു പടം എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു അതിന്. അല്ലല്ല, ഈ സൂര്യരശ്മിയിൽ ഇങ്ങനെ അടിച്ചിട്ട് അതൊരു വെളുത്ത ചെടിയാണ്. ഞാനത് പള്ളിയിൽ നിന്നപ്പോ ശ്രദ്ധിച്ചായിരുന്നു. പടിഞ്ഞാറ് വശത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ സൂര്യരശ്മികൾ അതിൽ പ്രതിഫലിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗി. എല്ലായിടത്തും പൈനാപ്പിൾ തോട്ടാട്ടോ ഇവിടെ. ഈ ഒരു സീസണിലെ പ്രത്യേകതയാന്ന് തോന്നുന്നു. ഈ സീസൺ അല്ല, വെച്ചേക്കണോണ്ട് 3 വർഷത്തേക്ക് കൊടുക്കണോ. പിന്നെ അമ്മയുടെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണും ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ചാച്ചൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. കുഞ്ചാച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അമ്മയുടെ അപ്പച്ചൻ്റെ അനിയനാണ്. നോവുചാച്ചയുടെ ഒക്കെ വീട്ടിലെ. പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള വർത്താനങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ്. സിസിലിയാച്ചനില്ലേ ഊർക്കം വലിച്ചോർന്നു. 10:30 ആകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ സിസിലിയാച്ചൻ 11 മണിയാകുമ്പോഴത്തേക്കും ഊർക്കം വലിയ. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഇങ്ങനെ ഓരോ ചിന്തകളൊക്കെ ആയിട്ട് 11:30-12 ആകുമ്പോഴത്തേക്കും അങ്ങനെ ഓരോ രസകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരും. പിന്നെ അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. നോവുചാച്ചയുടെ ഒരുപാട് നല്ല ഭംഗിയുള്ള പൂന്തോട്ടം അവിടെയുണ്ട്. നല്ല ഭംഗിയായിട്ട് വർണ്ണശബളമായി നിൽക്കുന്ന പൂക്കൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ്. ഞാൻ പലപ്പോഴും വീഡിയോയിൽ അത് പറയാറുണ്ട് അല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെന്ന് കഴിയുമ്പോൾ കളർഫുള്ളായിട്ടുള്ള പൂക്കളുടെയൊക്കെ പടങ്ങൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോവുചാച്ചിക്ക് അവിടെ മനോഹരമായൊരു കൃഷിയിടമുണ്ട്. അതും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പലതവണ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പൂക്കളും കൃഷിയിടവും ഒക്കെ കാണുമ്പോൾ അതെപ്പോഴും നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു സന്തോഷവും കുളിർമയും ഒക്കെ നൽകുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളുടെ കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ. കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഇത് നോവുചാച്ച അവിടെ തുലാവർഷക്കാലത്ത് നടാനായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന തൈകളാണ്. പിന്നെ ഇത് കണ്ടോ, വീറ്റ് ഷീറ്റ്. പുല്ല് വരാതിരിക്കാനാണ് ഈ ഷീറ്റ് വിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വരാതെ ഇരിക്കും. കപ്പളം നോവുചാച്ചയുടെ അവിടെ നിന്ന് ഒരുപാട് സ്ഥിരമായിട്ട് നമുക്ക് കപ്പളം വരാറുണ്ട്. ഈ വെണ്ടയ്ക്ക് ചൂടൽ കുത്തിയിരിക്കുന്നത് കണ്ടോ, നല്ല രസമുള്ള ഒരു ചെടിയുടെ ഇല കൊണ്ടാണ് ചൂടൽ കുത്തിയിരിക്കുന്നത്. അമ്മയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ കൊമ്പ് വെച്ചിട്ടായിരിക്കും ചൂടൽ കുത്തുന്നത്. അപ്പോൾ ആ ചൂടൽ അങ്ങ് വളർന്ന് അവിടെ നിന്ന് പന്തലിക്കും. പക്ഷെ അതെനിക്ക് നല്ല ഇഷ്ടമായി, ചെടിയുടെ ഇല വെച്ച് ചൂടൽ കുത്തിയത്. ഇതുപോലെ ഇത് കണ്ടോ, വാഴ നടാനായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നോവുചാച്ച പറഞ്ഞതാണ്, ഞാൻ വിട്ടുപോയി. വാഴ നടാനാണെന്ന് തോന്നുന്നു കേട്ടോ കുഴി എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ അധികം പറമ്പിൽക്കിടെ അങ്ങ് പോയില്ല. കാരണം എന്താ വെച്ചാൽ വെയിലുണ്ടായിരുന്നു, നല്ല തീക്ഷ്ണമായ വെയിലായിരുന്നു. ഇപ്പം അങ്ങനെയാണല്ലോ കാലാവസ്ഥ. അപ്പോൾ കുഞ്ഞുചാച്ചനും നോവുചാച്ചനും അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനത്തിലൊക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. കുഞ്ഞുമ്മയുണ്ട്. പിന്നെ ഇടയ്ക്ക് സീനാൻറ്റി ഇതുപോലെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ലഘു ഭക്ഷണം കൊണ്ടുവച്ചു കേട്ടോ. അപ്പോഴേക്കും വൈകുന്നേരമായി. നമുക്ക് കപ്ലങ്ങ എപ്പോഴും വെക്കും, കാരണം കപ്ലങ്ങ അവിടെ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണല്ലോ. അതുപോലെ ടീ കേക്ക് നല്ലായിരുന്നു. ഇവിടെ ആത്തത്തൈ ഉണ്ടോ? ആത്തത്തൈ മുള്ളാത്ത വേറെയാച്ചാ പാക എന്നിട്ട് ഞാൻ തരാം. പിന്നെ അതിന്റെ കായ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റത് ആവിച്ചത് കൊള്ളൂല. അപ്പടി ഞങ്ങൾ കളഞ്ഞു. അയ്യോ, പെരുന്നാളിന്റെ ആഴ്ച പോവാൻ തിരക്കായതുകൊണ്ട് പോവില്ല. വെട്ടിക്കപ്പള്ളിയിൽ നിന്ന് മുളന്തുരുത്തിയിട്ട് നടക്കണുണ്ട്. നോട്ടീസ് കിട്ടിയില്ലേ? 3 കൊല്ലമായുള്ളൂ ഇപ്പൊ തുടങ്ങിയിട്ട്. അന്ന് ലേഡീസിനായിരുന്നു, അതുകൊണ്ട് ഈ സ്കൂളിന്റെ പേര് CGLP എന്നാണ്, ക്രിസ്ത്യൻ ഗേൾസ് ലോവർ പ്രൈമറി. എനിക്ക് വർത്താനം കൂടുതലാണ്, അറിയേണ്ട വിവരം. അപ്പൊ പറഞ്ഞില്ലിനോ, അത് ക്രിസ്ത്യൻ ഗേൾസ് LP സ്കൂൾ. അതായത് പരമലപിതാവ് പെണ്ണുങ്ങൾക്ക് ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ അന്നത്തെ കാലഘട്ടത്തില് സ്ഥാപിച്ചതാണ്. അത് ഞാൻ പോയി പണ്ട് വർത്താനം പറഞ്ഞല്ലോ അവിടെ. അത് മിക്സാ. ഞാനൊരു പ്രാവശ്യം ഭയങ്കര ഇതായിരുന്നു അവർക്ക്. അവസാനം ഞാൻ പറഞ്ഞത്, ഞാൻ എത്ര അറിയാൻ കയറിയത് അവിടെ കുറെ മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പ്. 23 അവിടെ ഒരുപാട് ശരിയാ. ഈ പിണ്ടതൈലില്ലേ ചാച്ച, പിണ്ടതൈ. ഒരാള് ലേറ്റ് ആയിട്ട് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മേടിക്കുന്ന ഒരു കൈക്കശ്ശേരിയാണ്. കാരണം ആ കർമ്മം നടത്തിയില്ലെങ്കിൽ അന്നത്തെ ആരാധനയിൽ പങ്കുകൊണ്ടതിന് അർത്ഥമില്ല. ഇനി അതും കഴിഞ്ഞ് കുർബാന വീണ്ടും മുന്നോട്ട് പോകും.
അച്ഛൻ എത്ര പ്രാവശ്യം പുറകോട്ട് തിരിഞ്ഞിട്ടും നിങ്ങൾക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കാസായും വിലാസായും എടുത്ത് കുർബാനയുടെ അന്ത്യത്തിലേക്ക് വരുന്നു. ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ഇതിലും വലിയൊരു സന്ദേശം എനിക്ക് വേറെ കിട്ടാനില്ല. ഓരോരോ ടോപ്പിക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അതിലെ ചില പോയിന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സീനാൻറ്റി നല്ല ചായ കൊണ്ടുവന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞ് ചായ കുടിക്കേണ്ട സമയമായത്. നല്ല ചായ കണ്ടിട്ട് തന്നെ അറിയാം. കളറ് നല്ല കളറ് കണ്ടറിയാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ചായയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്കുള്ള പപ്പായയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ വന്നിട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നോച്ചാച്ച വേഗം തന്നെ പപ്പായയൊക്കെ മുറിച്ച് നല്ല നീറ്റാക്കി എല്ലാം റെഡിയാക്കി വെക്കും നമുക്ക് തന്നു വിടാനായിട്ടാണ്. അപ്പോഴാണ് പപ്പായയുടെ ആൾ. ഇപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് കഴിക്കും കേട്ടോ. എനിക്കും ഇഷ്ടമാണ് പപ്പായ. നമുക്ക് നല്ലതാണല്ലോ പപ്പായ. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണെന്നാണല്ലോ പറയപ്പെടുന്നത്. പിന്നെ ഈ ബംബ്ലൂസ് നാരങ്ങ അതും നോച്ചാച്ച വേഗം തന്നെ പോയി പറിക്കുകയാണ്. വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട്സ് അല്ലേ. ഞാൻ പിടിച്ചു നോച്ചാച്ചേ. ഒരെണ്ണം മതി നോച്ചാച്ചേ. മതി നോച്ചാച്ചേ. താങ്ക് യു. മതി നോച്ചാച്ചേ. രണ്ടെണ്ണം മതി. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ തെങ്ങ് കയറാനായിട്ട് വന്നു കേട്ടോ. പണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ തെങ്ങ് കയറിക്കൊണ്ടിരുന്നത് മാനുവലായിട്ടായിരുന്നു ഒരു ചേട്ടൻ വന്നിട്ട്. പക്ഷേ ഇത് ഞാൻ നേരിട്ട് ഇങ്ങനെ തെങ്ങ് കയറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ആ ചേട്ടൻ എത്ര അനായാസമാണ് അത് കയറി പോണേ നോക്കി. നമുക്കത് കാണുമ്പോൾ അങ്ങനെ തോന്നും, എന്നാലും കുറച്ചൊക്കെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ ആ ചേട്ടന് ശീലമായതുകൊണ്ടായിരിക്കും എളുപ്പത്തിൽ അത് കയറി പോകുന്നുണ്ട്. നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ആ പഴയ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തു പോയിട്ടോ. പണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് തെങ്ങ് കയറിയിരുന്നതും ഇപ്പോൾ ആ ഒരു മോഡേണൈസ്ഡ് ടെക്നോളജിയൊക്കെ വന്നപ്പോൾ ഉള്ള ആ ഒരു മാറ്റമൊക്കെ എത്ര സർപ്രൈസിങ് ആണല്ലേ. അപ്പോൾ അത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് കരുതി ജസ്റ്റ് എടുത്തതാണ്. ഇതൊക്കെ നോവിച്ചാച്ചയുടെ കൃഷിയിൽ പെട്ട കാര്യങ്ങളൊക്കെയാണ്. അത് നേരിട്ട് കാണാനായിരുന്നു കേട്ടോ ആ വാഴക്കുല കുറച്ചും കൂടി ഭംഗി. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഡിക്കിയിലാക്കി ഇനി നമ്മൾ പോവുകയാണേ. അപ്പം നമ്മൾ തിരിച്ച് വൈകുന്നേരം 5 മണി കൃത്യം. എത്ര മണിയായി? 4:56. രാവിലത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരത്തെ ചായ നോബിയുടെ അടുത്താണ്. അത് രണ്ടും ഒരു പറമ്പിലുള്ള വീടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചപ്പൻ്റെ വീട്. അപ്പം അവിടെ നിന്ന് പോയി വന്നത് വണ്ടി വന്ന് നിർത്തി ഒളിഞ്ഞ പോന്നപ്പോൾ അവളാണോ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ പറയാൻ കാരണം ഡിക്കി ഇന്ന് അവിടെ നിന്ന് തന്നുവിട്ട നാടൻ സാധനങ്ങൾ എടുക്കുവാണ്. 2 വീട്ടിൽ നിന്നുള്ളത് കൊണ്ട്, എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് കുഞ്ചാച്ചിന്റെ അടുത്ത് ഓരോന്നേ എടുക്കാം അല്ലേ. രണ്ടും അമ്മയുടെ വീട് തന്നെ. അതെ, ഞാൻ പറഞ്ഞതാ. കുമ്പളങ്ങ, അതെ, നാടൻ പൂവൻ, മാന്തരം, 2 വിടലുണ്ട് നാടൻ. അത് തുറന്ന മേശയിൽ വെച്ച് കാണിക്കാം. എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇങ്ങോട്ട് വെച്ചേച്ച് പിന്നെ എടുത്തോണ്ട് പോകാം. ഇതും ഫ്രഷ് ഓറഞ്ചസ്. ഓറഞ്ച് എന്നാണല്ലോ എപ്പോഴും വായിൽ തന്നെ. ഓറഞ്ച് മേടിക്കേണ്ട സമയമായി, അതാണ് എപ്പോഴും ഓറഞ്ച് എന്ന് വായിൽ വരുന്നത്. കപ്പങ്ങാപ്പഴം. അതെ, പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് എപ്പോഴും നമുക്ക് തിന്നാനൊരു ഹര. സാരിയൊക്കെ നല്ലതാ, ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോ ഇത് ഉടങ്ങി, ഇനി ഇത് ഉടുക്കാൻ പറ്റില്ല. വാഷ് ശരിയാക്കണം, സ്റ്റാർച്ച് ഒക്കെ ഇടണം. അപ്പൊ ഇത്രയും സാധനങ്ങളുമായിട്ട് വരുമ്പോ ഒരു ചെറിയ അഹങ്കാരം അമ്മയ്ക്ക് വരും. അതുണ്ടോ ഇന്ന്? എപ്പോഴും ഉണ്ട്. അതെല്ലാ മനുഷ്യന്റെ ഉള്ളിലും ചെറിയൊരു അഹങ്കാരം ഉണ്ടാവും, പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോ. കണ്ടോ ഇതൊക്കെ? അതുപോലെ അപ്പയ്ക്കൊരു ഇതുണ്ട്. അപ്പയുടെ വില്ലിപ്പയുടെ അടുത്ത് പോയിച്ച് വരുമ്പോൾ കൊണ്ടുവരുന്ന പഴം, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, പഴമാണ് കൂടുതലും. എല്ലാം ഞാൻ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അവിടെ നിന്നും വേറെ പല ഐറ്റവും കൊണ്ടുവരാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല, കൊണ്ടുവരുമ്പോ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ. അപ്പൊ ഓക്കെ, ഓരോന്നെടുത്ത് വെക്കട്ടെ. ആദ്യം നമുക്ക് പൂമ്പഴങ്ങ് കൊണ്ടുപോകാം. അത് ഉടഞ്ഞു പോയൊക്കെ കണ്ടമാനം ഉണ്ട്. അതെല്ലാം ലോഭം ഉണ്ടോ അവിടെ? അതെ അതെ അതെ, കൃഷി ചെയ്തതാന്നാ പറഞ്ഞത്. കൃഷി ചെയ്ത് തുറന്നു കാണിക്കാം, മുറത്തിൽ കാണിക്കാം കേട്ടോ.
അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങളെന്ന് ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി ടേബിൾ മാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ എല്ലാം ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങ തൊട്ട് പപ്പായ, പൂവൻകൊല, പെടലയാക്കിയത്, പിന്നെ ബംബ്ലൂസ് നാരങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. സന്തോഷമായി. വീട്ടിലുണ്ടായ എന്ത് സാധനമാണെങ്കിലും അത് നമുക്ക് വളരെയധികം മനസ്സ് നിറയും അല്ലേ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.